ഹലോ നമസ്കാരം. സന്തോഷ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിലുള്ള സർക്കാർ ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുകയും തുടർച്ചയായി വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ 14-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും 15-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും വിജയിച്ച് ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം കേരള സംസ്ഥാനത്തിൻ്റെ പേർ BJPയുടെ NDAയുടെ കേന്ദ്ര സർക്കാരിൽ നിന്നും മാറ്റി കേരളം എന്ന പേരിൽ നാമകരണം. കേരള സംസ്ഥാനത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുകയും 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ വികസന നേട്ടങ്ങൾ സംസ്ഥാനത്തെ മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കി ഉയർത്തിയത്, കേരളത്തിൽ നടന്ന ദുരന്തബാധിത സന്ദർഭങ്ങളിലെ സർക്കാരിൻ്റെ ഇടപെടലുകൾ, കേരള കമ്മ്യൂണിസ്റ്റിലെ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിടവ് നികത്തി ഇടതുപക്ഷ നേതാക്കൾക്ക് മൂന്നാമത്തെ ഇടതുപക്ഷ ഭരണം നേടുവാൻ ആകുമോ? കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിനു ശേഷം കേരളത്തിൽ LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുടെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി കേരള കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFന് കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാനാവുമോ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലോകത്തിലെ മികച്ച നേതാക്കളിൽ ഒരാളായ ആദരവ് ഏറ്റുവാങ്ങിയ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ BJPയുടെ NDAയുടെ സർക്കാരിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തൃശ്ശൂരിൽ നിന്നും MP-യെ കേന്ദ്രമന്ത്രിയാക്കി കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP NDAയുടെ ഭരണത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള മത്സര പ്രചാരണ പരിപാടികൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏപ്രിൽ 4 കേരളത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി. കേരളത്തിൽ നിന്നും 890 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളപ്പോൾ ഏപ്രിൽ 9 വിധി എഴുതി മെയ് 4 മത്സരഫലം അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.